നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ അടിച്ചു. പെനാൽറ്റിയിലൂടെയാണ് ഗോൾ വന്നതെങ്കിലും അൽ അക്ദൌദിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഗോൾ ഈ വർഷത്തെ ആദ്യത്തെ ഗോളാണ്. അതോടുകൂടി തുടർച്ചയായി 24 വർഷങ്ങളിൽ അദ്ദേഹം ഗോൾ അടിച്ചിരിക്കുന്നു. ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലം തുടർച്ചയായി ഓരോ വർഷവും ഗോൾ അടിക്കുക ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ലോങ്വിറ്റി എടുത്തു കാണിക്കുന്ന കാര്യമാണത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇന്നലത്തെ പ്രകടനം എടുത്തു നോക്കുമ്പോൾ മോശമായ പ്രകടനമല്ല. അദ്ദേഹത്തിൻ്റെ ടീം വിജയിച്ച് കയറിയപ്പോൾ മാനെ 2 ഗോൾ, അദ്ദേഹം 1 ഗോൾ. ഇന്നലെ 3-1 അൽ അക്ദൌദിനെ അവർ പരാജയപ്പെടുന്നത്. ക്രിസ്ത്യാനോ 1 ഗോളാണ് ഇന്നലത്തെ മത്സരത്തിൽ നേടിയത്. അത് പെനാൽറ്റിയിലൂടെയാണ് നേടിയത്. 3 ഷോട്ടുകളുണ്ടായിരുന്നു, 2 ഓൺ ടാർഗറ്റിലേക്ക്, ഒരു കീ പാസ് അദ്ദേഹം കൊടുത്തു. 30 പാസുകളിൽ 25 അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാൽ 83% പാസിംഗ് ആക്യുറസി ഇന്നലെയും CR7 കൈവരിച്ചു. CR7 പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 25 വർഷത്തെ ഗോളിൻ്റെ കണക്കുകൾ, 24 വർഷത്തെ ഗോളിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ നേട്ടം തന്നെയാണ്. 2002 മുതൽ 2025 വരെ തുടർച്ചയായ വർഷങ്ങളിൽ ഗോൾ അടിക്കുക നോക്കിയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓരോ വർഷത്തെയും ഗോൾ എത്ര എണ്ണമായിരുന്നു എന്ന്. 2002 5 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. 2003 1 ഗോളാണെങ്കിൽ 2004 13 ഗോളുകൾ, 2005 15 ഗോളുകൾ, 2006 25 ഗോളുകൾ, 2007 34 ഗോളുകൾ, 2008 35 ഗോളുകൾ, 2009 30 ഗോളുകൾ, 2010 48 ഗോളുകൾ, 2011 60 ഗോളുകൾ, 2012 63 ഗോളുകൾ, 2013 എന്ന കലണ്ടർ വർഷത്തിൽ അദ്ദേഹം അടിച്ചുകൂട്ടിയ ഗോളുകളുടെ എണ്ണം 69 അദ്ദേഹത്തിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണതൊക്കെ. 2014 61 ഗോളുകൾ, 2015 57 ഗോളുകൾ, 2016 55 ഗോളുകൾ, 2017 53 ഗോളുകൾ, 2018 49 ഗോളുകൾ, 2019 39 ഗോളുകൾ, 2020 44 ഗോളുകൾ, 2021 47 ഗോളുകൾ, 2022 16 ഗോളുകൾ, 2023 54 ഗോളുകൾ, 2024 43 ഗോളുകൾ, 2025 ഇതാ ഗോൾഡടി മേളം തുടങ്ങിയിരിക്കുന്നു. CR7 ഒരു ലെജൻഡാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഈ ലോങ്വിറ്റി അത് അത്ഭുതപ്പെടുന്നതാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.